കേരള കോൺഗ്രസ് എമ്മിന് ഒരു രീതിയിലും താങ്ങാൻ കഴിയാത്തൊരു പ്രഹരം ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാവുകയാണ്. കേരള കോൺഗ്രസ് എമ്മിലെ നേതാക്കളിൽ പലരെയും കൃത്യമായി ചാക്കിട്ട് പിടിക്കാൻ ജോസഫ് ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഇനി ഏതാനും മാസങ്ങൾക്കകം നടക്കാനിരിക്കെ സംസ്ഥാന നിയമസഭയിൽ ഒരു വലിയ കോളിളക്കം ഉണ്ടാകാൻ പോവുകയാണ്. അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി UDF ആവനാഴിയിലെ അവസാന അസ്ത്രവും പ്രയോഗിക്കുമ്പോൾ 2011 തനി ആവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതാണ് ഇവിടെ ഏവരും ചർച്ച ചെയ്യുന്നത്. 2011 എന്തായിരുന്നു കാര്യങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ ആളുകളെ മാണി കോൺഗ്രസിലേക്ക് വിളിച്ചതിൻ്റെ ഭാഗമായാണ് KM മാണിക്ക് അന്ന് 9 MLA കിട്ടിയതും KM മാണിക്കും PJ ജോസഫിനും ഒക്കെ മന്ത്രിമാരാകാൻ കഴിഞ്ഞതും. ഇതേ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ടുള്ള നീക്കം, അതിൻ്റെ ഒരു റെപ്ലിക്ക 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. PJ ജോസഫ് അതിനുവേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുകയാണ്. തൊടുപുഴയിൽ PJ ജോസഫ് തൻ്റെ 84ാമത്തെ വയസ്സിൽ വീണ്ടും മത്സരത്തിനിറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നത്, പ്രത്യേകിച്ചും KM മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർപേഴ്സൺഷിപ്പ് ഉൾപ്പെടെ ആ പാർട്ടിയെ സ്വന്തമാക്കുക, 2 ചിഹ്നം ഉൾപ്പെടെ സ്വന്തമാക്കുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതിന് നിയമ തടസ്സങ്ങൾ ഒരുപാട് അദ്ദേഹം നേരിടേണ്ടി വന്നു, വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എന്നിട്ടും കൃത്യമായി ജോസ് കെ മാണിയോട് മധുര പ്രതികാരം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കോട്ടയത്തും ഇടുക്കിയിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ശക്തിയുണ്ട് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ PJ ജോസഫിനേക്കാൾ ഒരു പിടി മുകളിൽ തന്നെയാണ് ജോസ് കെ മാണിക്ക് ഇപ്പോഴും വോട്ട് ഷെയറിൻ്റെ കാര്യമെങ്കിലും അണികൾ സുസജ്ജമാണോ, അണികൾ സ്കാറ്റേർഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്നും ഇതുവരെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. ചുരുക്കി പറഞ്ഞാൽ ജോസ് കെ മാണിക്ക് വലിയ തലവേദനയായിരിക്കും PJ ജോസഫ് അവസാന നിമിഷം നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ, അടിയൊഴുക്കുകൾ. അതിൽ ശ്രദ്ധേയമെന്നത് കടുത്തുരുത്തി MLAയും PJ ജോസഫിൻ്റെ വിശ്വസ്തനും വലങ്കയുമായ മോൻസ് ജോസഫ് MLA നടത്തുന്ന ഡീലായിരിക്കും. അതൊരു 1.5 ഡീൽ തന്നെയായിരിക്കും. കാരണം ജോസ് കെ മാണിയെ പ്രത്യക്ഷത്തിൽ വലിയ തോതിലൊന്നും എതിർത്തില്ലെങ്കിൽ പോലും ഏറ്റവും ശക്തമായി ജോസ് കെ മാണിക്ക് അള്ളു വെച്ചുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ കടുത്തുരുത്തി MLA ആയ മോൻസ് ജോസഫ് തന്നെയാണ്. മോൻസിൻ്റെ സ്ട്രാറ്റജി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പെട്ടെന്ന് എടുത്തുചാടി ഒരു ഡയലോഗും അടിക്കില്ല. എന്നാൽ വളരെ ദീർഘവീക്ഷണത്തോടെ പറയുന്ന കാര്യങ്ങളിൽ സുതാര്യതയുണ്ട് എന്ന് ജനസമക്ഷം ബോധ്യപ്പെടുത്താൻ കോട്ടയത്തായിരുന്നാലും ഇടുക്കിയിലായിരുന്നാലും കേരള കോൺഗ്രസ്സിന് വേരോട്ടമുള്ളിടത്ത് കൃത്യമായി നിലപാടുകൾ അറിയിക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട് മോൻസ് ജോസഫിന്. ഒരുപക്ഷെ അത് നന്നായി അതിൻ്റെ ചൂട് അറിഞ്ഞിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർക്ക് മോൻസ് ജോസഫിൻ്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാവും.